ഉറ്റുനോക്കിയ നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്ക് ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ബന്ധം പുതിയൊരു ദിശയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ഈ ചരിത്രപരമായ കൂടിക്കാഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ലോകം വലിയ തോതിലുള്ള അസ്ഥിരതയിലൂടെ കടന്നു പോകുന്ന ഈ വേളയിൽ ഈ രണ്ട് നേതാക്കളും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ വരും ദശകങ്ങളിലെ ലോകക്രമത്തെ നിർണയിക്കുന്നവയായിരിക്കും. ആഗോള സംഘർഷങ്ങൾ മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം സുസ്ഥിരമായിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു. ലോകം മുഴുവൻ ഈ കൂടിക്കാഴ്ചയെ അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നതെന്ന് ഷീ ജിൻപിങ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ചരിത്രപരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ഉത്തരവാദിത്തമുള്ള വൻ ശക്തികൾ എന്ന നിലയിൽ ഇരു രാജ്യങ്ങളും പുലർത്തേണ്ട പക്വതയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംഘർഷത്തിന് പകരം സഹകരണം എന്നതാണ് ചൈനയുടെ നയമെന്ന് ഷീ ജിൻപിങ് ആവർത്തിച്ചു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ കൂടിക്കാഴ്ച കേവലം രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയല്ല, മറിച്ച് ആഗോള സമാധാനത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ആവശ്യമായ ഒരു വലിയ കാൽവെപ്പാണെന്ന സന്ദേശമാണ് ചൈനീസ് പ്രസിഡന്റ് നൽകിയത്. ബീജിംഗിൽ തനിക്ക് ലഭിച്ച അസാധാരണമായ സ്വീകരണത്തിന് ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ്ങിനോട് നന്ദി രേഖപ്പെടുത്തി. ചൈനീസ് പ്രസിഡന്റിനെ ഒരു മഹാനായ നേതാവ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ തനിക്കുള്ള താല്പര്യം വ്യക്തമാക്കി. നേരത്തെ നിലനിന്നിരുന്ന വാണിജ്യ തർക്കങ്ങളും നയതന്ത്ര അസ്വാരസ്യങ്ങളും പരിഹരിക്കാൻ ഈ കൂടിക്കാഴ്ച വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് വൈറ്റ് ഹൌസ്. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ എന്ന നിലയിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ചർച്ചകളിൽ പ്രധാന വിഷയമായി. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം നീക്കാനും സുസ്ഥിരമായ വ്യാപാര നയം രൂപീകരിക്കാനും ഇരു നേതാക്കളും ധാരണയിലെത്തി. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും ഷീ ജിൻപിങ്ങിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങളും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതായിരുന്നു ചർച്ചകളുടെ കാതൽ. ആഗോള രാഷ്ട്രീയത്തിലെ അസ്ഥിരത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള ആശയവിനിമയം സുതാര്യമായിരിക്കണമെന്ന് ഷീ ജിൻപിങ് ഊന്നി പറഞ്ഞു. നയതന്ത്ര തലത്തിലുള്ള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് നേരിട്ടുള്ള ചർച്ചകൾ അനിവാര്യമാണ്. പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് ചൈന ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം ട്രംപിനെ അറിയിച്ചു. ട്രംപിന്റെ ചൈന സന്ദർശനം ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്കിടയിൽ ചൈനയുടെ സഹകരണം അമേരിക്കയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ട്രംപ് തിരിച്ചറിയുന്നു. വടക്കൻ കൊറിയ, യുക്രൈൻ തുടങ്ങിയ വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ ലോക സമാധാനത്തിന് അത്യാവശ്യമാണ്. ബീജിംഗിലെ ചർച്ചകൾ കേവലം ഔദ്യോഗികമായ ഒന്നായിരുന്നില്ല, മറിച്ച് വ്യക്തിപരമായ തലത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിരുന്നു. ചൈനീസ് സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായി ഒരുക്കിയ വിരുന്നുകളും പ്രദർശനങ്ങളും ട്രംപിനെ ഏറെ സ്വാധീനിച്ചു. ഇത്തരം സാംസ്കാരിക വിനിമയങ്ങൾ നയതന്ത്ര ബന്ധങ്ങളിലെ കടുപ്പം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ചരിത്രപരമായ വെല്ലുവിളികൾ എന്ന് ഷീ ജിൻപിങ് വിശേഷിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനം, ആഗോള മഹാമാരികൾ, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയവയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു രാജ്യത്തിന് മാത്രമായി സാധിക്കില്ലെന്നും അമേരിക്കയും ചൈനയും കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും തുല്യ പങ്കാണുള്ളത്. ട്രംപ് തന്റെ പ്രസംഗത്തിൽ ചൈനയുടെ വളർച്ചയെ അഭിനന്ദിക്കാൻ മറന്നില്ല. ഒരു വലിയ ശക്തി എന്ന നിലയിൽ ചൈനയുടെ പ്രാധാന്യം അമേരിക്ക അംഗീകരിക്കുന്നുവെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. എങ്കിലും വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും അമേരിക്കൻ കമ്പനികൾക്ക് ചൈനീസ് വിപണിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനും ട്രംപ് ഊന്നൽ നൽകി. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഈ കൂടിക്കാഴ്ചയെ ഒരു ഡിപ്ലോമാറ്റിക് മാസ്റ്റർ ക്ലോസ് ആയാണ് വിശേഷിപ്പിക്കുന്നത്. വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെ അന്തസ്സോടെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഇരു നേതാക്കളും കാണിച്ചു തന്നു. ഇത് മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയാക്കാവുന്നതാണ്. ആഗോള സ്ഥിരത എന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രമേയം. ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന അസ്ഥിരത ഈ രണ്ട് വൻ ശക്തികളെയും ബാധിക്കും. അതിനാൽ തന്നെ പ്രാദേശിക തർക്കങ്ങളിൽ ഇടപെടുന്നതിലും പരിഹാരം കാണുന്നതിലും ഒരു സംയുക്ത നയം രൂപീകരിക്കാൻ ഇരുപക്ഷവും ശ്രമിച്ചു. ഷീ ജിൻപിങ്ങിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ ചൈന ഒരു പക്വതയുള്ള ആഗോള ശക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാം.
അമേരിക്കയുമായി നേരിട്ടുള്ള സംഘർഷം ഒഴിവാക്കി സാമ്പത്തികമായും രാഷ്ട്രീയമായും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ സന്ദർശനം ഇതിന് ഒരു പുതിയ വേദിയൊരുക്കി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര തന്റെ വിദേശ നയത്തിന്റെ കരുത്ത് തെളിയിക്കാനുള്ള അവസരമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവായ ഷീ ജിൻപിങ്ങുമായി തുല്യനിലയിൽ ചർച്ച നടത്താൻ സാധിച്ചത് ട്രംപിന്റെ രാഷ്ട്രീയ വിജയമായി വിലയിരുത്തപ്പെടുന്നു. ഇത് അമേരിക്കൻ വോട്ടർമാർക്കിടയിലും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കും. ചർച്ചകൾക്കിടയിൽ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഭാവി ദിശയെക്കുറിച്ച് വിശദമായ രൂപരേഖ തയ്യാറാക്കി. സാങ്കേതിക വിദ്യ, ബഹിരാകാശം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും സംസാരിച്ചു. എങ്കിലും സൈബർ സുരക്ഷ പോലുള്ള വിഷയങ്ങളിൽ നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ലോകത്തിലെ രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഓഹരി വിപണികൾ ഈ ചർച്ചകളുടെ ഫലത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പോസിറ്റീവായ വാർത്തകൾ പുറത്തു വന്നതോടെ നിക്ഷേപകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ബീജിംഗിലെ ഈ ഡിപ്ലോമാറ്റിക് കൂടിക്കാഴ്ച ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ഗ്രേറ്റ് ഗെയിം തുടങ്ങുമ്പോഴും വിനാശകരമായ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ചർച്ചകൾ അനിവാര്യമാണെന്ന് ഇത് തെളിയിക്കുന്നു. ട്രംപും ഷിയും തമ്മിലുള്ള ഈ ബന്ധം ലോകത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുമെന്ന് പ്രത്യാശിക്കാം. ഷീ ജിൻപിങ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരു മികച്ച ലോകം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. വരും തലമുറയ്ക്ക് സംഘർഷഭരിതമായ ഒരു ഭൂമി കൈമാറാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ തയ്യാറാണെന്ന സന്ദേശം അദ്ദേഹം നൽകി. ഉഭയകക്ഷി ചർച്ചകൾ അവസാനിച്ചെങ്കിലും ഇതിന്റെ ഫലങ്ങൾ വരും മാസങ്ങളിൽ മാത്രമേ പൂർണ്ണമായും ദൃശ്യമാകൂ. ഒപ്പിട്ട കരാറുകൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കൂടിക്കാഴ്ചയുടെ വിജയം. നയതന്ത്ര ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ചയായ ചർച്ചകൾ നടത്തും. ബീജിംഗിലെ ഈ ട്രംപ് ഷീ കൂടിക്കാഴ്ച ലോകരാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ബന്ധം ശത്രുതയിൽ നിന്ന് സൗഹൃദത്തിലേക്കും സഹകരണത്തിലേക്കും നീങ്ങുന്നുവെന്ന ശുഭസൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ലോകം അത്യന്തം ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ നിമിഷങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തും. ഈ കൂടിക്കാഴ്ചയിലൂടെ അമേരിക്കയും ചൈനയും തങ്ങൾക്കിടയിലുള്ള മഞ്ഞുരുക്കി തുടങ്ങിയെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. നയതന്ത്രത്തിന്റെ പുതിയ പാതകൾ തുറക്കപ്പെടുമ്പോൾ അത് ആഗോളതലത്തിൽ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പുതിയ കാലത്തിന് വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം.